ഇന്ന് മഴയൊന്ന് കമ്മിയുണ്ട്. അപ്പോൾ അതും കൊണ്ട് നോക്കിയൊക്കെ ഇവിടെ നിന്ന് അതുവരെ അവിടെ നിന്ന് അപ്പുറം വരെ നമ്മൾ തുണി തോരട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് കൂടിയൊക്കെ തുണി ഇട്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഏട്ടൻ പണിയെടുക്കുന്നുണ്ട്. ഏട്ടൻ പണിയെടുക്കുമ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ പുതിയ വീടിൻ്റെ ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ കുറഞ്ഞോ? എന്തോ ഒരു കിളി കരയുന്നുണ്ടല്ലോ ഏട്ടാ, ശരിയായില്ലേ? ഇതെന്തിനാ? കുറേ പേര് ഏട്ടൻ ഇങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ പണികൾ ചെയ്യട്ടാവും. ഇവിടെ ഒക്കെ അടിച്ച് വൃത്തിയാക്കണ്ടേ? വേണ്ടിവരുമല്ലോ, പൊടിയാവുന്ന അങ്ങനെ കിടന്നോട്ടെ. അടിക്കലും വൃത്തിയാക്കലും ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന. അമ്മ പറയുന്ന അമ്മൂനും അടിച്ചു തുടക്കുകയൊക്കെ ചെയ്യാ, എനിക്ക് മാത്രല്ലേ പറ്റുള്ളൂ. എല്ലാവർക്കും ചെയ്യാ. പിന്നെന്താ ഞാൻ പറയുമ്പോക്ക് എന്താ ഒരാഴ്ച അവിടെ കിടന്നോട്ടേന്ന് ഇല്ലേട്ടാ. പെൺകുട്ടികൾ വലുതായി കഴിഞ്ഞു വെച്ചാൽ അമ്മമാർക്കുള്ള ഒരു ഉപകാരം എന്താണെന്നറിയോ? തുണി തിരുമ്പി തരിക, ഉമ്മറംകൊല അടിച്ചു തരിക, പാത്രം കഴുകുക. അറിയോ? ഇത് അമ്മയ്ക്ക് മുട്ട പൊരിച്ച് തരുമോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് മാത്രം ഒരു മടിയാണ്. അപ്പോൾ അല്ലാത്ത സമയത്ത് ഒരു കുഴപ്പമില്ല. ഞാൻ ഉച്ച സമയത്തിട്ട് ഞാൻ അവിടുത്തെ ഒരുങ്ങിയിട്ട് വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് അടിച്ചു വരി തുടച്ച് പോയി. അപ്പോൾ പിന്നെയും പൊടിയാകുമ്പോൾ ഇനിയും എന്താ അടിക്കണ്ടേന്ന് ചോദിക്കാൻ ഏട്ടൻ്റെ അടുത്ത്. ഇപ്പം നമുക്ക് അവിടെ ചായ വെക്കേണ്ട സമയമായി. ചായ പിന്നെ അമ്മ വെച്ചോളൂ കേട്ടോ. നമ്മൾ ഇവിടെ ഓരോന്ന് ചെയ്യാന്ന് അമ്മയ്ക്ക് അറിയാം. ഈ കാടേരിയ അല്ലേ, കാടേരിയ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പന്നി, അതേപോലെ മുള്ളം പന്നി, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ കുറുക്കന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികൾ പൊന്നുവാണോ വെച്ചാലും കുഞ്ഞുണ്ണിയൊക്കെ ആണോ വെച്ചാലും ഇപ്പം ഇവിടെ നമ്മളിവിടെ നിൽക്കുമ്പോൾ അവർ ഇവിടെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ പറയുക, ഓടുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് പേടിയില്ല മക്കൾക്ക്. അങ്ങനെ ഇവിടെ അവർ നമുക്കറിയാലോ, നമ്മൾ ജനിച്ചു വളർന്നോടത്ത് നമുക്ക് പേടി കമ്മിയാണ് പറയില്ലേ. പക്ഷെ നമുക്കൊരു പേടിയാണ് ഇടയ്ക്കൊക്കെ മലമ്പാമ്പിനെയൊക്കെ കാണുമ്പോഴേ. അപ്പോൾ മോളിക്കും കൂടി ഒരു ബൾബ്, ഇനി അത് കുത്തിപ്പൊളിച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബൾബ് വെച്ചതാണ് കേട്ടോ ചേട്ടാ. ഇനി അല്ലെങ്കിൽ ഇത്രയും പണി കഴിഞ്ഞിട്ട് ഇനി ഇത് കുത്തിപ്പൊളിച്ച് രണ്ടാമത് തേച്ച് അവിടേക്കൊരു ഇത് വയ്ക്കുമ്പോൾ ശരിയാവില്ലല്ലോ. ഒന്ന് കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പണി? കുറേ നേരമായിട്ടോ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നിട്ട്. പിന്നെ 2 ഹാൻഡിലൊക്കെ ഒരു ദിവസമാണല്ലോ. എന്താ പിന്നെ കുറേ നേരമായി ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങളെപ്പോൾ വന്നതാ വെച്ചിട്ടാ, ചോറിന് കഴിഞ്ഞിട്ട് അപ്പോൾ വന്നതാ. പിന്നെ നമ്മളിവിടെ ഗ്യാസ് അടുപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഗ്യാസ് നിറച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഇനി നമ്മൾ രാവിലെയൊക്കെ തിരുമ്പുന്നു ആരമ്മ തോന്നുന്നു മേമേ. അപ്പോൾ ഗ്യാസ് ഊറ്റി രാവിലെ എന്തെങ്കിലും ചായയോ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അനിയട്ടൻ വർക്കൗട്ടിന് പോണതല്ലേ. അപ്പോൾ അവിടെ നിന്ന് അവർ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ രാവിലെ എത്ര നേരത്തെ 5 മണിയുടെയൊക്കെ മുമ്പ് പോകുമ്പോൾ ഇവരെയൊക്കെ നീപ്പിക്കണ്ടേ. അമ്മോ നീ എവിടെ കിടക്കണേ? എന്നാലും എവിടെ കിടക്കണേ? ഞാൻ അച്ഛമ്മയുടെ അടുത്ത്. അച്ചുട്ടി അതെന്നെ പറയുന്നു കേട്ടോ, എവിടെ കിടക്കണേ? ഞാൻ അച്ഛമ്മയുടെ അടുത്ത് കിടക്കണമെന്ന്. കിച്ചുട്ടിൻ്റെ അടുത്ത് കിച്ചുട്ട ഈ അവിടെ കിടക്കണം. ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലാണ് കിടക്കണമെന്ന്. പിന്നെ എന്താ ചെയ്യുന്നത്? ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ കിടക്കാം മോട്ടി. പിന്നെ കിടക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കിയിട്ട് കുട്ടിയോട് പറയുന്ന നോക്കില്ലേട്ടാ. എവിടെങ്കിലും കിടക്കുന്നു, നേരെ വിളിച്ചാൽ വല്ല കണ്ടില്ലേ. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടല്ലേട്ടാ. ഞങ്ങൾ 2 പേരും ഏട്ടനും അതേപോലെ ഞാനും ഇടയ്ക്കിടയ്ക്ക് വന്നത് ഇങ്ങനെ ഓരോന്ന് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ അതിങ്ങനെ ചെയ്യട്ടോ. മുറ്റത്തൊക്കെ ഇവിടെയൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഇതാക്കി. ഇനിയിപ്പോൾ ഇന്നത്തെ കല്യാണം കഴിക്കുന്ന ഈ കല്ലുകൾ ഉണ്ടാവും, അതല്ല വെട്ടുകല്ല്. ആ വെട്ടുകല്ലും കാര്യങ്ങളൊക്കെ അത് എടുത്തതാക്കും. ഇങ്ങനെ തുണിയിടുന്ന കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും 11 പേരുടെയും ഇഷ്ടംപോലെ തുണികളുണ്ട്. എന്താ വെച്ചാൽ ഒരു 4-5 ദിവസമായി തുണി തിരുമ്പിട്ട് എവിടെ ഇടുക? നമ്മൾ ഇവിടെ ഇല്ലേ കൊണ്ടുവന്നിടല്ലേ, ഇവിടെ കൊണ്ടുവന്നിട ഇതിൻ്റെ ഉള്ളിലാണ് ഇടല്ലേ. അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല. നല്ല ബുദ്ധിമുട്ടി. ഇങ്ങോട്ട് നമുക്ക് ഒരു പച്ച ചവിട്ടിയില്ലേ,
അങ്ങനത്തെ ചവിട്ടി 2 വാങ്ങണം. പക്ഷെ അത് എന്താ ചവിട്ടി വാങ്ങിയിട്ടും കാര്യമൊന്നും ഇല്ലാലേ ഏട്ടാ. നായ്ക്കള് നായ്ക്കള് കടിച്ചു കഴിഞ്ഞാലേ അത് വേഗം കീറില്ലേ. ഏട്ടൻ എന്താ തയ്യൽ പണി പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യൽ പണി ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയതാണ് കേട്ടോ. അപ്പോൾ തയ്യൽ പണി ചെയ്യാണ്ട് ഏട്ടൻ വേഗം എന്ത് കെട്ടി മരപ്പണി പഠിച്ചു അല്ലേ അല്ലേ? പറയൂ. ഒരു പണി പണിയുടെ ഇടയിൽ കൂടെ വർത്താനം പറയുന്നത് നടക്കില്ല. നമ്മുടെ വീട്ടില് നല്ലൊരു ലാഭം വീടിന്റെ പണി എന്ന് പറഞ്ഞാൽ അനിയന് സെക്ഷൻ ടേപ്പ് അറിയുന്നത് കൊണ്ടും ഏട്ടന് മരപ്പണി അറിയും കൊണ്ടും കുറേയൊക്കെ നമുക്ക് രക്ഷപ്പെട്ടു. പിന്നെ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാലും ഏട്ടൻ ഇങ്ങനെ കുറേ വീടുകൾ കണ്ടുകൊണ്ടേ ബാറ്ററി ആണേ. അത് അമ്മ അടിക്കട്ടെ ബാറ്ററി ക്ലോക്കിലിടാനുള്ളതേ. അതാ ഇത് വെച്ചു. ഈ സംഭവം എന്താണെന്നറിയോ നമ്മൾ കളയാത്തത്? നീ വാതിലൊന്നും കൂടി പോളിഷ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് അത് ചെയ്യാത്തത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പെയിൻ്റ് ആയി കഴിഞ്ഞാൽ അത് കളയാൻ ബുദ്ധിമുട്ടല്ലേ ചേട്ടാ? അത് നല്ല ഫംഗ്ഷൻ വരുമ്പോഴേക്കില്ലേ ആകെ വൃത്തിയിടാവും. അതങ്ങനെ അത് ഈ സാധനം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആകുമ്പോഴേക്ക് ആകെ എരപ്പാവും. ഇന്ന് കുറച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി. അപ്പം ഇന്ന് കുറച്ച് പടിക്ക് ചായ അതിലുണ്ടല്ലോ അല്ലേ, ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഏട്ടാ? ചായപ്പൊടിയും പഞ്ചസാരയും വെക്കാനുള്ള ഡപ്പ, പിന്നെ ഒരു ചവിട്ടി പടിക്ക് മീശോന്നില്ലേ മീശോ. അതല്ല മുട്ടിക്ക് കുറച്ച് വേറെ സാധനങ്ങൾ വാങ്ങണ്ട്. കുളിക്കണ സോപ്പ് കുറച്ച്. നീ മര്യാദക്ക് പണി സാധനങ്ങൾ അടച്ചോ ഏട്ടാ പറയുന്ന കേട്ടോ. അമ്മു കൊണ്ടേ അമ്മു വരാന്ന്. അവിടെ ചാച്ചെടുക്ക. ഈ ബ്ലേഡ് പെടുന്ന കണ്ടോ? ടൈല് പണിക്കാരുടെ അല്ലേ ഇത്? അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മുടെ ഈ പണികളൊക്കെ വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട് ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ അല്ലേ, ഇതിൽ നമ്മൾ മനസ്സിലാവില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അത് കവറിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. എന്താ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പൊടിയാവണ്ട, പൊടിയായി കഴിഞ്ഞാൽ ചീത്തയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതാ ഇനി ഒന്ന് തുടയ്ക്കണം. തുടയ്ക്കൽ ഇനി വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോരെ പോരെ ഏട്ടാ? തുടയ്ക്കൽ ഒരു 5 മണിയൊക്കെ ഇട്ട് പോരെ? മുട്ടായി വേണ്ട. മുട്ടായി ഇന്ന് പല്ല് കേട് വരട്ടെ ഉണ്ണി. അപ്പോൾ നിങ്ങളും കാണാൻ ആഗ്രഹിച്ച ഇതല്ലേ അല്ലേ? അപ്പോൾ എന്തായാലും കാണാൻ ആഗ്രഹിച്ച പോലെ നമ്മുടെ വീടിന്റെ പണികൾ കഴിഞ്ഞു. വീടിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള പണികൾ കഴിഞ്ഞു. ഇനി വർക്ക് ഏരിയയുടെ അത് പിന്നെ നമ്മൾ അടുപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമുക്കും എല്ലാരും പറയണ നമുക്കും ഒരു സ്വന്തമായിട്ടൊരു വീടായില്ലേ? നമുക്ക് സ്വന്തമായിട്ടൊരു വീടായി. ആ വീടിന് അടച്ചുറപ്പായി. ആ വീടിന്റെ പണിയായി. ആ വീടിന്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാ? അമ്മുട്ടി ഏത് വീടായാലും മനസ്സമാധാനം സന്തോഷം ഉണ്ടായ അതന്നെ ഏറ്റവും വലുത്. അല്ലാതെ ഒരുപാട് വലിയ വീടുണ്ടായിട്ട് എത്ര പേര് മനസ്സമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട് ലേട്ടാ? വീട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ്റെ ഒരായുസ് മുഴുവൻ ഒരു വീടിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അറിയോ? ഒരച്ഛനാണ് പറഞ്ഞാൽ മക്കൾക്ക് ചെറുപ്പത്തിൽ അവരെ കല്യാണം കഴിയുന്നവരെ അവരുടെ അച്ഛനും അമ്മയ്ക്കും കൂടപ്പറപ്പുകൾക്കും വേണ്ടി കഷ്ടപ്പെടും. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയ്ക്കും മക്കൾക്കും അവരുടെ വീട്ടുകാർക്കും വേണ്ടി കഷ്ടപ്പെടും അല്ലേ? ലാസ്റ്റ് ആവുമ്പോ എന്താ ഉണ്ടാവുക? ഇത് കണ്ട അടച്ചു വെച്ച സാധനം എങ്ങനെ കാണുക? ഇപ്പൊ കൊണ്ടു അപ്പൊ തന്നെ വെച്ചേ. നേരത്തെ കാണാൻ പറ്റിയോ? ഉച്ചാമ്പന്ന് പറഞ്ഞു നേരത്തെ കാണാൻ പറ്റിയോ? ഇത് ഇപ്പഴല്ലേ വെച്ച് എന്തെങ്ങനെ വെക്കണം? നല്ല മിനുസടി ഇന്നലെ വൃത്തിയാക്കിയ മുതല്. പൊന്നാരിയെ എന്താ നീ കാട്ടണ്? അമ്മോ എന്ത്
ആ എന്താ ഈ പിന്നെയും പിഴിഞ്ഞു കിട്ടോ അവിടുത്തെ അതാ ചപ്പും ചവറും ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടാ അത് ഉണങ്ങിയിട്ടില്ലേ? ഈക്കിരി ഇരുന്ന് ഇപ്പൊ സമാധാനമായോ? കഴിഞ്ഞു. ഇനി തുടച്ചു വിടണം കേട്ടോ. അത് തുടച്ചു വിടല് ഇനി വിളക്ക് വെക്കുന്ന സമയത്ത് ഒരൊറ്റ തുടക്കല്. പിന്നെ നമ്മൾ വൈകുന്നേരത്ത് ബെഡ് കൊണ്ടുവന്നിട്ടുണ്ടേ. ബെഡ് കൊണ്ടുവരണം. മൂത്രം മാറിയിട്ട് ഇതില് ഒഴിച്ചു. ബാറ്ററി എന്താ എത്ര പെട്ടെന്ന് ഫീസാണ്? ഇതില് ഇത് സമ്മാനം കിട്ടിയതാണ്. അത് അത്ര തന്നെ നിൽക്കുള്ളൂ തോന്നുന്നു. എന്താന്നറിയില്ല, സമയം ശരിയല്ല അല്ലേ. ഇത് എന്തിനമ്മ കിട്ടിയത്? പൂരത്തിന് നമുക്ക് കിട്ടിയതാട്ടോ. നറുക്കെടുപ്പില് നമ്മക്കല്ല, അനിയന്. 2-3 കൊല്ലൊന്നും ആയിട്ടില്ല, അത് മാറ്റി. ഇത് കഴിഞ്ഞ കൊല്ലത്തെ അല്ലേ? ഓൺലൈനില് നല്ല വില കുറവുണ്ട് അല്ലേട്ടാ. അങ്ങോട്ട് വലിച്ചോണം. ഇതിന്റെ ഈ ബോക്സ് വേണ്ടേ? ഇത് അത് കത്തിച്ചാ എന്തിനാണ്? കത്തിക്കാനായി. മാർക്ക് ഇത് കൊണ്ടുപോകണേ, ഇത് കൊണ്ടുപോകണേ. കുട്ടി അവിടെ വന്ന് കിടന്നേ കേട്ടോ. ഇത് എന്താ ചീച്ചിയൊക്കെ ഒഴിച്ച് ഇതായല്ലേ, വല്യമ്മല്ലേ ഇനി വല്യമ്മല്ലേ. അവര് വരുമ്പോ ചന്തത്തിൽ കാണിച്ചു കൊടുക്കണ്ടേത്, അതിന് വേണ്ടിട്ടാണ്. എന്നാ ബാ കുട്ടി ഇറങ്ങ്. വല്യച്ചി വല്യമ്മയൊക്കെ വരുമ്പോഴേ കേട്ടോ, ഉമ്മക്ക് തന്നതല്ലേ. ആ ഇത് കനൊന്നുമില്ലല്ലേ. കുത്തി പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇതിന് നല്ല മൂത്രം ഒഴിച്ചു വിട്ടേക്കണേ. പൊന്നതിൽ ചീച്ച വെച്ചടാ. ആ മൂത്രം നാന്ന് കണ്ടില്ലേ? ചീച്ച വെച്ചതില് എന്താ ചീച്ച ഒഴിക്കാച്ചപ്പ ഈ ഇതാദ്യം വെയിലത്തിട്ടുണ്ട് 2 ദിവസം അല്ലേ? ചെരുപ്പിട്ടോ? ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നില്ല അവിടുന്ന്. നന്നായി. ഇതിന്റെ മുകളിലിരുന്നടാ. എന്താണ് സൂര്യമാ പിടിക്ക് അവിടുന്ന് കയറ്റ കുട്ടീനെ അവിടുന്ന് കയറ്റോ. ശരി 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 പോട്ടെ. ആ ഓ ഇതാണ് എങ്ങനെ പൊന്നാരി, നീ എന്താ ചെയ്യണ്? അവന് ഇതിന് മുകളിൽ കയറിയിരിക്കണോ ചെയ്യണ്? അതെ, കനാലാണ് വെയിലത്താ. അതൊന്നും സാരല്ല, അത്രയ്ക്കൊന്നും ഒഴിച്ചു കയറ്റിയിട്ടില്ല. ഒരു ദിവസം ഒഴിച്ചിട്ടുള്ളൂ. ലോന്നാ ഇനി ബാക്കി ഇവിടുന്ന് ഒഴിച്ചോട്ടോ. ഒഴിക്കാൻ തോന്നുമ്പോ ഇങ്ങോട്ട് പോന്നോ കേട്ടോ. എന്താ ചെറിയാണെന്ന് അറിയട്ടെ. ഇപ്പൊ എനിക്ക് ഇത് നമ്മുടെ 2ാമത്തെ അനിയൻ തന്നതാണ് കേട്ടോ. അപ്പം അത് അവിടെ പണിയെടുക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. പിടിക്കണോ? വേണേട്ടാ? വേണ്ടാത്ര. ഇനി നമ്മുടെ ബെഡും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എത്ര സാധനങ്ങളാ. ഇപ്പം എത്ര സ്ഥലം ഉണ്ട് പറഞ്ഞിട്ട് 2 പാടെ ഇടുമ്പോൾ തീരെ സ്ഥലമില്ല അല്ലേ. ഇതൊക്കെ അമ്മ ഇതൊക്കെ കത്തിക്കാനുള്ളതാ. എന്താ 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 എന്താണ് അമ്മ വിചാരിച്ചത്ര അവിടെ നമ്മൾ ചായ വെക്കുകയാണെന്ന് വിചാരിച്ചു. അവിടെ വൃത്തിയൊക്കെയായിരുന്നു അമ്മ. കൊണ്ടോണ്ടേ ഇതൊന്ന് പൊന്നു കുട്ടി അമ്പടെ നമുക്ക് കടക്കണ്ടേ. ഇതിനാണേ അവ എടുക്കാന്ന്. എന്നാ വന്ന് പിടിക്ക്. കുട്ടിക്ക് തന്നെ എടുക്കാൻ വയ്യ.
ഓ ആ ഞാൻ കാണുന്നുണ്ടേ. എന്താ എന്താ പിടിച്ച പിടിച്ച അതാ മറിയപ്പോക്കെ എന്താ കാട്ടുന്നേ? അപ്പോൾ ഇത് നമ്മൾ ഇവിടെ പെയിൻറ്റിങ് പണിയായപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടതാണ് കേട്ടോ. പിന്നെ പായ ഇടുന്ന താഴെ ആദ്യം പായ എടുക്കാം. ഇനി ശരിക്കും കടത്തവിടെ, ശരിക്കും കഴിക്കൽ ഇവിടെ. കാച്ചി കിടക്കല അവിടെ, മാമണ്ണിൽ ഇവിടെ. അല്ല അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യൂട്ടോ. ഉണ്ടാക്കാതെയൊന്നും ഇരിക്കില്ല. എന്നല്ലെങ്കിൽ രാവിലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ വൈകുന്നേരത്തെ വീട് പട്ടിണിക്ക് ഇടാൻ പാടില്ല അതല്ലേ. എന്തെങ്കിലും ഉണ്ടാക്കണം. അടുപ്പ് വെച്ച് കഴിഞ്ഞു വെച്ചാൽ അല്ല ഗ്യാസൊക്കെ റെഡിയാക്കി, അടുപ്പ് മാത്രമേ റെഡിയാക്കാത്തുള്ളൂ. തലേ കൂടെ ആക്കല്ലേ. ചിമ്മിനിയില ആലുവടുപ്പ അവര് അരിമുത്തണ്ണന്റെ അവിടുത്തെ അടുപ്പ് നല്ല അടുപ്പാണ് കേട്ടോ. അത് ചെവിയിലായി കഴിഞ്ഞാൽ ചെവിയെ കൊതിക്കാറ്റില്ല. അപ്പൊ അല്ല എന്തെങ്കിലും വെക്കണ്ടേലോ മാ. അല്ലേ അടുപ്പ് വെച്ച അമ്മ വിചാരിച്ചു ചായ വെക്കാന്ന്. ഞാൻ ചായ അല്ല അവിടെ വൃത്തിയാക്കാൻ നിന്നു. അവിടെ തുടയ്ക്കും വൃത്തിയാക്കും ഒക്കെ ചെയ്തു. ഇത് വെച്ചു അവിടെ ചാച്ചി എടുക്ക. എന്നാ പൊന്നാരി അവിടെ ചാച്ചി എടുക്ക, അച്ഛ അവിടെ ചാച്ചി എടുക്ക. നീ ഇവിടെ കിടന്ന എനിക്ക് അവിടെ പോയി കിടന്നൂടെ? വേണ്ടേ? ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകണ്ടാന്ന്. അച്ഛ ഇവിടെ കിടന്നാ മതിയോ? അച്ഛ അവിടെ കിടന്നാലും എന്റെ കുട്ടികൾ തന്നെ ഇല്ല. പിന്നെന്താ അച്ഛ അടിച്ചു പോകാനില്ല. എന്താ അങ്ങനെയല്ല, 6 കൊല്ലത്തെ കാത്തിരിപ്പ് അല്ലേ? 6 കൊല്ലത്തെ അല്ലേ? 6 കൊല്ലം പറഞ്ഞ ചില്ലറ സമയം തന്നെ. 6 കൊല്ലം ദിവസത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കണ്ട കഷ്ടപ്പാട്. തുടക്കം വെച്ച് വീടിന്റെ പണി തുടക്കം വെച്ചിട്ട് 6 കൊല്ലം. അതിന്റെ മുമ്പേ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ മൂത്തോരല്ലേ, നിങ്ങൾക്ക് വീട് വേണ്ടേ അല്ലേ? അന്ന് എത്ര പേര് കളിയാക്കിയേക്കണോ, എത്ര പേര് പരിഹസിച്ചേക്കണോ പറഞ്ഞിട്ടാ. 2 പെൺകുട്ടികളാണ്, അവന് ഒരു വീടാവില്ല, കുടിയാവില്ല അല്ലേ? അപ്പൊ ഇന്നൊക്കെ ഇന്ന് എന്താ പറയുന്നത്? ഇന്നിപ്പോ എന്താ അറിയാമ, വീടായി എന്നല്ലേ പറയാ. പറയണോരെപ്പോഴും ഓരോന്നും അല്ല ഇപ്പോഴൊക്കെ എല്ലാവർക്കും വിചാരിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. എന്താ അല്ല പറയാ, നമ്മുടെ കുറ്റം തീർന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വീട് പണി നടക്കാണ്ടും നമുക്ക് ശ്രദ്ധ ഇല്ലാണ്ട് ഒക്കെ. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ലേ, ഒരാൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ഉണ്ട്. നമ്മുടെ സമയം എടുക്കുമ്പോൾ നമുക്ക് തനിയെ എത്തിച്ചേരും കേട്ടോ. അത് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേരും. നമ്മളെ കുറ്റം പറയാനും പരിഹസിക്കാനും നമ്മളെ കൊണ്ടൊരു കഴിവില്ല എന്ന് പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളെ ദൈവം കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു സമയം വരുമ്പോഴല്ലേ ഈ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ നമ്മൾ നന്നായി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഇല്ലേ? ദൈവം ഒരാളുണ്ടാവും. ഞാൻ അങ്ങനെ തന്നെ കേട്ടോ. കുറേ എനിക്ക് കരഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്കൊരു വീട് എന്ന് പറയുമ്പോ എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ? എന്തിനുണ്ട് എന്ത് ചിക്കനെന്താ ദേഷ്യം എന്ത് അച്ഛൻ തല്ല നിന്ന് അടി കിട്ടൂട്ടാ. അച്ഛ സാധനം കൊണ്ടേന
അവരെ കൊണ്ടുപോകും. മോട്ടർ അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തിയാലോ കുറേ നേരമായിട്ട് കുറേ നേരം പറഞ്ഞാൽ ഉച്ചയ്ക്കൊന്നും ഇരുന്നിട്ടും കൂടി ഇല്ലെന്ന് അവിടെ ഓരോന്ന് ചെയ്തിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് ഇനി ചോറ് വെക്കണ്ടല്ലോ അമ്മ. എന്തായാലും നാളെ കാണാം. അപ്പോൾ നാളെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ജീവിതം. കൂട് വിട്ട് വേറെ കൂട് മാറേണ്ട ഒരു അവസ്ഥ അല്ലേ. എല്ലാവരും ജീവിതം അങ്ങനെ തന്നെ. നമ്മള് ഒരിടത്ത് കൂട് കൂട്ടി ജീവിച്ചു പോണതിന്റെ ഇടയ്ക്ക് കാലം നമ്മളെ വേറെ കുട്ടിക്ക് അല്ലേ, കാലം നമ്മളെ വേറെ കുട്ടിക്ക് വിളിച്ചു വരുത്തും, കൊണ്ടിരുത്തും അല്ലേ. അപ്പൊ എന്തായാലും നാളെ നല്ല വിശേഷങ്ങളൊക്കെ കാണാം.